മേക്ക് ഓവറിന് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുള്ള അമ്മമാരും കോളേജ് കുട്ടികളും പെൺപിള്ളേരും എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സാധാരണ രഞ്ജു ചേച്ചിയാണ് പറയാറ് എന്താണ് ചെയ്യുന്നതെന്ന്, പക്ഷെ ഇന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഓഫ്കോഴ്സ് നമ്മളുടെ സ്റ്റാറിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യണം. സൈഡിലിരുന്ന് പാട്ടൊക്കെ പാടി ആളിങ്ങനെ രസമായിട്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു ചേച്ചി പ്ലീസ്. ഞാൻ ചേച്ചിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ചേച്ചി പാട്ട് പാടും, ചേച്ചി ഡാൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്ന് 5 മിനിറ്റ് കൊണ്ട് 2 പിന്നിൽ സാരി ഉടുക്കുന്ന എപ്പിസോഡാണ്. ചേച്ചി പറഞ്ഞു. എന്നാലും അത് മാത്രമല്ല, ഇന്ന് ചേച്ചിയാണ് മോഡലായിട്ട് നിൽക്കുന്നത്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്രൈഡൽ സാരിയാണ് കണ്ടതെങ്കിൽ ഇത്തവണ നോർമൽ ഒരു സാരിയാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട്, വീട്ടമ്മമാരും ചില കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഒരു മിഡിൽ ഏജിലുള്ളവരൊക്കെ പറയുന്നത് കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓർഗൻസി, സിൽക്ക്, അങ്ങനെ സെമി കോട്ടൺ അങ്ങനെയൊക്കെയുള്ള സാരികളാണ്. അപ്പൊ എല്ലാവർക്കും ഈ വള്ളയറിട്ട് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. ചിലർക്ക് ഒരു 2-3 പ്ലേറ്റെങ്കിലും എടുക്കണം. പക്ഷെ ആ പ്ലേറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് നല്ല സെറ്റായിട്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും പ്രശ്നം ഈ ഫസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ എന്താ പറയാ ഓപ്പൺ ആയിട്ട് പോകാതിരിക്കുന്ന ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്നവരെണ്ണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വീകരിക്കുക. അത് മാത്രമല്ല, ഇന്നിപ്പം സാരിയിൽ ഓഫ് കോഴ്സ് നമ്മൾ രഞ്ജു ചേച്ചിനെ കണ്ടിട്ടുണ്ട്, നല്ല സുന്ദരിയാണ്. ഇപ്പൊ വൈറ്റ് ചുരിദാറൊക്കെ ഇട്ട് കുറച്ച് കൂടുതൽ സുന്ദരിയായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ചേച്ചി എത്തിയിരിക്കുകയാണ്. ദാരം കിട്ടിയ പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റണ്ണിങ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ചേച്ചി നമുക്ക് സാരി ഷെലി ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഷെലി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു പറയാണ്. അപ്പൊ നമുക്ക് മിലനാണ്. ഓക്കെ, അടിപൊളി. ചേച്ചിയുടെ ഡ്രസ്സിങ്, മേക്കപ്പും ഹെയറും മേക്കപ്പിന്റെയും കൂടെ ചേച്ചിയുടെ ഡ്രസ്സിങ്ങും അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി സാരിയിലേക്ക് അങ്ങ് പോവാം അല്ലേ? ഓക്കെ. സോ ആ ഒരു വെള്ള ചുരിദാറിൽ നിന്നും സാരിയുടെ ബ്ലൗസൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് മുടിയൊക്കെ മെടഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ എല്ലാവർക്കും ഒരു എളുപ്പത്തിന് തുമ്പത്തൊരു കിട്ടിടുന്നുണ്ട്. കഴിവതും നമ്മുടെ ഈ ഒരു ഭാഗം കുത്തുന്ന ഭാഗമില്ലേ അത് കുറച്ച് കയറ്റി കുത്തണം. കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലെയർ വരുമ്പോൾ ഇതിങ്ങനെ അടിയിൽ കൂടുതലായിട്ട് കിടക്കും. അപ്പൊ അത് കാണാതിരിക്കാനായിട്ട് നമ്മൾ കഴിവതും അവിടെ കുറച്ച് കയറ്റി കുത്തണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലെയർ വരുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഏകദേശം നമുക്കൊരു ഉദ്ദേശമുണ്ട് എത്ര വേണ്ടി വരുമെന്ന്. അവിടുന്ന് പ്ലേറ്റ് എടുത്ത് തുടങ്ങാം. ഈ സൈഡിൽ നിന്ന് പ്ലേറ്റ് എടുക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ഒരാളെ ഉടുപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അതാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ മോഡലിനെ ഉടുപ്പിച്ചപ്പം റൈറ്റ് സൈഡിൽ നിന്ന് ഉടുത്ത് കുത്തുവാണ് ചെയ്തത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിൽ നിന്നാണ് ചേച്ചി ഇപ്പോൾ ഫ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു ഐഡിയ വെച്ചിട്ടാണ് ഉടുക്കുന്നത്, ഫ്ലീറ്റ്സ് എടുക്കുന്നത്. ഇനി ഈ ഒരു പ്ലേറ്റുകൾ കറക്റ്റ് ലെവലായിട്ട് കിടക്കണം. അതിന് ആദ്യമേ തന്നെ 1 2 3 4 5 6 7 ലെയർ കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് കുടയുക. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ എടുത്ത് മടക്കിയതിന് ശേഷം വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആദ്യം എടുക്കുന്നത് ഒരു മിഡിൽ പോർഷനിൽ നിന്ന് എടുക്കുക, തിരിച്ച് മടക്കി എടുത്തതിന് ശേഷം ആ മിഡിൽ നിന്ന് ലാസ്റ്റിലേക്കുള്ളതാണ് ഇപ്പോൾ ചേച്ചി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ട്വിസ്റ്റ് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് കറക്റ്റ്. ലെവലായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടം വരെ എടുത്തു, അതിന് ശേഷം ഇപ്പോൾ താഴേക്ക് എടുത്തു, നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് വരും. ഇനി എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ വലിക്കും. ഇതിനെ വലിക്കുമ്പോഴാണ് ഈ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതങ്ങനെ വലിക്കാൻ നിൽക്കരുത്. വലിക്കാൻ നിൽക്കാതെ തന്നെ ഇതിനെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് ഉള്ളിലേക്ക് കുത്ത്.
ആദ്യമേ തന്നെ വലിക്കരുത്, പകരം കറക്റ്റ് ആയിട്ട് ഇട്ട് കുത്തുക. ഇതിനെ കറക്റ്റ് ചെയ്ത് നല്ല ലെവലായിട്ട് പിടിച്ച് വെക്കുക. ഇപ്പൊ കുത്തുന്നതിന് മുമ്പും ചെയ്യാം, കുത്തിയതിന് ശേഷവും ചെയ്യാം, രണ്ട് തരത്തിൽ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇവിടെ കുത്താനായിട്ട്. വലിക്കരുത്. മിക്കതും വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്യണം, കാരണം ആ ഒരു ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഷേപ്പ് അങ്ങ് പോകുന്നത്. ഇതിങ്ങനെ പുറത്തേക്ക് വലിഞ്ഞു വരും. ഇനി ഇതിനെ കറക്കിയെടുത്ത് നമുക്ക് പ്ലേറ്റ് എടുക്കണം. ആ പ്ലേറ്റ് എടുക്കുന്നത് ഇപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. പക്ഷേ കൂടുതൽ ആൾക്കാരും ആ ഒരു പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ ലെയർ പ്ലീറ്റ് എടുത്തിടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റിംഗ്. ഞാനൊക്കെ പിന്നെ ചെയ്തിട്ടാണ് കുത്തുന്നത്. ഒന്നാമത്തെ കാര്യം കയ്യിൽ നിൽക്കുന്ന സാരി ടൈപ്പും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. കറക്റ്റ് ആയിട്ട് എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം വേണം പ്ലേറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട്. കണ്ടോ? അതായത് എന്തെന്ന് ഈ ഒരു സൈഡ് വരെ എടുത്തതിന് ശേഷം നമ്മൾ കറക്കി എടുത്ത് ഷോൾഡറിൽ വെക്കുക. കയറ്റിയിട്ടതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു ചെസ്റ്റ് പോർഷനിലുള്ള പ്ലീറ്റ്സ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എന്തായാലും മിററിന്റെ മുമ്പിൽ നിന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ, ഈ പിടിച്ച ഭാഗത്ത് ചേർത്ത് പിൻ ചെയ്യാം. ഒരു പിന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ഉടുത്തിട്ട് ഒരൊറ്റ പിന്നാണ് രഞ്ജു ചേച്ചി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ അങ്ങ് വലിക്കുക. ഇനി ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിനെയാണ് നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സൈഡാണ് ഷേപ്പായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മളങ്ങ് അഴിക്കുന്നു. അഴിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കുത്തിയതിന് ശേഷം ഇതിനെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ കുത്തും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്ന് കുത്താം, വേണമെങ്കിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കറക്റ്റ് നിന്നിട്ട് കണ്ണാടിയുടെ സൈഡിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പുകൾ കറക്റ്റ് ചെയ്യാം. ഇവിടെ മൈക്ക് വരും ചേച്ചി, ഇവിടെ മൈക്ക് നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. ഇതിനെ വേണത് ഇങ്ങനെ തന്നെ പിടിച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു പിൻ ചെയ്യാം. വേണമെങ്കിൽ ഒരു പിൻ ചെയ്യാം, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ്. ഒറ്റ പിന്നിൽ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പ്ലീറ്റ് എടുത്ത് നിൽക്കും. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇത് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ആരുടെ സഹായം വേണം, കറക്റ്റ് ആയിട്ട് നിന്നോളൂ. ഈ ഒരു ലെവൽ മറയത്തില്ല, അങ്ങനെ തന്നെ പെർഫെക്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടിനുള്ള സാരി ഡ്രീപ്പിംഗ് എന്നുള്ള ഒരു കറക്റ്റ് ആൻസറാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. ഇതിനിപ്പോൾ 1 ലെയർ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ലൂസായിട്ട് വരും, കുറച്ച് കഴിയുമ്പോൾ ലൂസായി വരും. ആ ലൂസ് ആവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ചിലർ 1 ലെയർ ഇടുവാണെങ്കിൽ ഈ പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഈ മുന്താണി ഇപ്പുറത്ത് പിടിച്ചിട്ട് മാക്സിമം ടൈറ്റ് ബോഡി ടൈറ്റ് ആക്കിയതിനു ശേഷം ഇവിടെ പിടിച്ചോണ്ട് തന്നെ പിൻ ചെയ്യണം. ഇവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചിട്ട് ഈ ഇതിനങ്ങ് വിടുക. എന്നിട്ട് അവിടെ പിൻ ചെയ്യും. അതായത് 1 ലെയർ ഇടുന്നവർക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഫേസ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ ഊർന്നു പോരാൻ തുടങ്ങും, താഴേക്ക് പോരാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇവിടെ ലൂസ് ആവും. അപ്പം അങ്ങനെയുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഈ സൈഡ് ടൈറ്റ് ചെയ്യുക. തുമ്പ് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം എടുത്ത് പിൻ ചെയ്താൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അതായത് ഈ സൈഡ് നന്നായിട്ട് വലിക്കുക, തുമ്പ് ഇവിടുത്തെ ഷേപ്പ് കറക്റ്റ് പിടിക്കുക. ഇവിടെ പിടിച്ചോണ്ട് തന്നെ ഇവിടെയും പിടിക്കുക.
ഇവിടെ പിടിച്ചതിന് ശേഷം ഇവിടെ ഹോൾഡിംഗ് കിട്ടും. അപ്പൊ ഇതിനെ കിട്ടും ഇവിടെ പിൻ ചെയ്യാം. ഇങ്ങനെ വണ്ണം. ഓക്കെ, അപ്പം രണ്ട് തരത്തിൽ നമുക്ക് ഒരു പിന്ന് മതി. ഒറ്റ ഒരു പിന്ന് കൊണ്ട് രണ്ട് രീതിയിൽ നമുക്ക് സാരി എടുക്കാം. ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കാരണം നല്ല ഫംഗ്ഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിവേ അടിപൊളിയായിട്ട് ഉടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ബെറ്റർ സൊല്യൂഷൻ ആണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. മലയിച്ചി ടാറ്റ.